തിരുവനന്തപുരം വാഴക്കോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതനെ കാപ്പ ചുമത്തി പിടികൂടിയത്, അതായത് പോലീസ് വീട് വളഞ്ഞ് പിടികൂടിയ സംഭവം കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ, അതായത് മാർച്ചിൽ നടന്നിട്ടുള്ള വധശ്രമ കേസിൽ കൗൺസിലർ ആയിട്ടുള്ള, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം ആർ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലർ പോലീസിന് മുമ്പിൽ ജാമ്യം നിഷേധിച്ചതോടുകൂടി കീഴടങ്ങിയില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണം എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകണം. ഇപ്പോ ആകാശത്തേക്കൊക്കെ വെടിവെച്ചുകൊണ്ട് കൗൺസിലർ സുഗതനെ പിടികൂടിയ പോലീസിനെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അഭിനന്ദിക്കുന്നുണ്ട്. അതേസമയം BJP അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് BJPയുടെ വാദം. പക്ഷെ ഇത്തരത്തിലുള്ള കാപ്പ ചുമത്തപ്പെടുന്ന കേസുകളിലെ എല്ലാ പ്രതികളെയും പിടികൂടുന്നത് ഈ രീതിയിൽ തന്നെയാണോ, അതോ ഇത് പ്രത്യേകമായിട്ട് ഈ ഒരു സംഭവത്തിൽ ഈ ആർ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറുടെ കാര്യത്തിൽ പ്രത്യേക തിടുക്കമോ കാര്യങ്ങളോ ഒക്കെ കൂടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. വളരെ നാടകീയമായിട്ടാണ് കൗൺസിലർ ആയിട്ടുള്ള ആർ സുഗതനെ പിടികൂടുന്നത്. സുഗതൻ മതിലൊക്കെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വാദവുമൊക്കെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ പോലീസിനെ കാണുമ്പോൾ മതിൽ ചാടി ഓടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ. അതിനനുസരിച്ചുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തെ നമ്മൾ അതല്ലാതെ ഒന്ന് വിശകലനം ചെയ്തു നോക്കൂ. എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എപ്പോഴാണ്? മാർച്ച് മാസത്തിൽ വട്ടിയൂർക്കാവിലെ ക്ഷേത്രത്തിനിടെ ഉണ്ടായ സംഘർഷം, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വധശ്രമ കേസൊക്കെ ഉണ്ടാകുന്നത്. ഈ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. 7-ാം തീയതി കീഴടങ്ങേണ്ടതാണ് കൗൺസിലർ കൂടിയായിട്ടുള്ള ആർ സുഗതൻ. എന്നാൽ കീഴടങ്ങാത്തത് കൊണ്ടാണ് സുഗതനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് നിയമാനുസരണം പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഹാജരായില്ലെങ്കിൽ സാധാരണയായിട്ട് എന്താണ് ചെയ്യാറുള്ളത്? ജാമ്യം നിഷേധിച്ച പ്രതി കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ സമൻസ് അയച്ച് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്തു വരാറുള്ളത്. അതല്ലെങ്കിൽ വാറണ്ട് പുറപ്പെടുവിക്കും. ഇവിടെ എന്ത് സംഭവിച്ചു? അർദ്ധരാത്രി വീട് വളയുകയാണ്. കുടുംബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തോക്ക് ചൂണ്ടി ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ടുള്ള ഷൂട്ടിംഗ് സ്ക്വാഡ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന സുഗതൻ എന്ന് പറയുന്നത് കൗൺസിലറാണ്. അപ്പോ ഒന്നില്ലെങ്കിൽ ഒരു വാറണ്ട് അയക്കാം. ആള് സ്ഥലത്തെ പ്രധാന പയ്യൻസ് ആയതുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് മുങ്ങാനോ അല്ലെങ്കിൽ ഇനിയിപ്പോ രാജ്യം വിട്ടു പോകാനുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് BJPയുടെ ഒരു വാദം എന്ന് പറയുന്നത്. ഇതിൽ ഇവർ ഉന്നയിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. സാധാരണ ചട്ടപ്പടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനി കൗൺസിലർ, BJPയുടെ കൗൺസിലറാണ് വാഴക്കോട്ടുകോണം കൗൺസിലർ ആയിട്ടുള്ള ആർ സുഗതൻ. ചൊവ്വാഴ്ച രാത്രി വട്ടിയൂർക്കാവ് CPT ജംഗ്ഷനിലുള്ള വീട്ടിൽ വട്ടിയൂർക്കാവ് SHO ആയിട്ടുള്ള ബിബിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം എത്തുകയാണ്. AR ക്യാമ്പിൽ നിന്ന് വരെ ഫോഴ്സിനെ വിളിച്ചിട്ടാണ് ഈ ഒരു നീക്കം മുഴുവനും നടത്തുന്നത്. അതായത് ആ ഭാഗത്തുള്ള എല്ലാവരെയും വല്ലാത്ത രീതിയിൽ, അല്ലെ, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ പോലും വലിയ പരിഭ്രാന്തിയിലാക്കുന്ന തരത്തിൽ വീടൊക്കെ വളഞ്ഞിട്ടാണ് പിടികൂടുന്നത്. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ മറ്റേതെങ്കിലും ഒരു കാപ്പ കേസ് പ്രതിയെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസ് പിടികൂടിയ സാഹചര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? ഇദ്ദേഹം ഇപ്പോ കൗൺസിലറാണ്, കൺമുൻപിൽ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കൗൺസിലർ ആയിരിക്കെ തന്നെ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് BJPക്ക് നാണക്കേടാണ്. സ്വാഭാവികമായിട്ടും ഈ ഹൈക്കോടതി ഈ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നുള്ളത് ഇരിക്കെ തന്നെ ഈ പറയുന്ന ആർ സുഗതൻ എന്ന് പറയുന്ന നേതാവ് അല്ലെങ്കിൽ ജനപ്രതിനിധി കോടതി മുമ്പാകെ കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അത് BJPക്ക് നാണക്കേടാണ്. BJP ആണ് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. കാരണം വധശ്രമ കേസാണ്. അവർ പറയുന്നത് പോലെ വധശ്രമ കേസാണ്, ഇതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല.
ആ സുഗതൻ എന്ന് പറയുന്ന നേതാവ് എന്തുകൊണ്ട് കീഴടങ്ങിയില്ല, അല്ലെങ്കിൽ ജാമ്യം നിഷേധിച്ചാൽ എന്താണോ ചെയ്യേണ്ടത് ആ പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ഇവിടെ ചോദ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലേക്കാണ് പോലീസിന്റെ ഇത്തരത്തിൽ ഒരു സിനിമാ സ്റ്റൈൽ എൻട്രി ഒക്കെ വരുന്നത്. ഈ സിനിമാ സ്റ്റൈൽ എൻട്രിയുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രാത്രി വീട് വളയേണ്ട സ്ഥലത്ത് ഈ 7-ാം തീയതി അവിടെ ഹാജരാകേണ്ടതാണ്, അല്ലെ, കീഴടങ്ങേണ്ടതാണ് എന്നുണ്ട്. 7-ാം തീയതിക്കുള്ളിൽ കീഴടങ്ങേണ്ടതാണെങ്കിൽ അത്രയും ദിവസം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ സമൻസ് അയച്ച് വിളിച്ചു വരുത്തുകയോ എന്താണ് അല്ലെങ്കിൽ വാറണ്ട് അയക്കുകയോ ചെയ്യണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ ഈ രാത്രിയിലുള്ള അത് വളരെ ദുരൂഹമാണ്. രാത്രി മാത്രമല്ല, ഇത് എയർ ക്യാമ്പിൽ നിന്ന് വരെ ഫോഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ടോ ഇത്തരത്തിൽ കയ്യിൽ തോക്കുണ്ട്. SHOയ്ക്ക് തോക്ക് ചൂണ്ടാൻ അവകാശമുണ്ടോ? അതെനിക്ക് അറിയാത്ത ഒരു കാര്യമാണ്. നിയമം എന്താണ് പറയുക? CRPC സെഷൻ 46, ഇപ്പോൾ BNS സെഷൻ ആയിട്ടുള്ള 43 അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതി എതിർക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ പോലീസിന് ആവശ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇദ്ദേഹം സുഗതൻ എന്ന് പറയുന്ന ജനപ്രതിനിധി അല്ലെങ്കിൽ അദ്ദേഹം മതിലൊക്കെ ചാടി ഓടാൻ ശ്രമിച്ചതാണോ തോക്കെടുത്ത് വെടിവെക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് അറിയില്ല. എന്തായാലും കേരള പോലീസ് ആക്ട് 2011 സെഷൻ 30 അനുസരിച്ച് ക്രമസമാധാന പാലനത്തിനും കുറ്റവാളികളെ പിടിക്കാനുമൊക്കെ ആയുധം ഉപയോഗിക്കാം. പോലീസ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് കേരള ഉപയോഗിച്ച് അത് വെച്ചിട്ടാണെങ്കിൽ ആയുധ പ്രയോഗം അവസാനത്തെ മാർഗമായിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോ തോക്ക് ചൂണ്ടാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എന്താണ്? പ്രതി സായുധനാണ്, പോലീസിനെയോ ജനങ്ങളെയോ ഒക്കെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, മറ്റു മാർഗങ്ങളൊന്നുമില്ല, ജനക്കൂട്ടം പോലീസിനെ തടയുന്നു, അറസ്റ്റ് തടസ്സപ്പെടുത്തുന്നു, സ്ഥിതി നിയന്ത്രണം കൈവിടുന്നു. ഈ സാഹചര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതെന്താണ് സംഭവിച്ചത്? അർദ്ധരാത്രി വീട് വളയുന്നു, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടി. ഒന്നാമത് വനിതാ പോലീസ് ഇല്ല. അപ്പോ നാട്ടുകാരും BJP പ്രവർത്തകരും തടയാൻ ശ്രമിക്കുമ്പോഴേക്കും SHO വിപിൻ ആകാശത്തേക്ക് വെടിവെക്കുന്നു. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോ പിന്നെ ജനറൽ ആശുപത്രിയിൽ വൈദ്യ പരിശോധന നടത്തുന്നു, കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പിന്നീട് പോകുന്നു. ഇപ്പോ എന്തായാലും ഈ BJP കൗൺസിലർ റിമാൻഡിലാണ് എന്നാണ് അറിയുന്നത്. നിയമത്തിന്റെ വഴി തന്നെ പോകണം. അതിലൊന്നും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നത് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ചില നാടകീയ രംഗങ്ങൾ ചില സാഹചര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടിയാണ്. അപ്പോ ഈ പറയുന്ന അർദ്ധരാത്രി വീട് വളഞ്ഞ് കുടുംബത്തിന് മുമ്പിൽ വെച്ച് തോക്ക് ചൂണ്ടി ആകാശത്തേക്ക് വെടിവെച്ച് ഇത്രയും സീക്വൻസ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ജനപ്രതിനിധിയെ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അത് BJP ഉന്നയിക്കുന്ന ഒരു ചോദ്യം പ്രസക്തവുമാണ്. നോക്കൂ, ED കൊല്ലാൻ ശ്രമിച്ച പ്രതി പട്ടാപ്പകൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചപ്പോൾ അന്ന് പോലീസിന് ഇത്രയും ശുഷ്കാന്തി ഉണ്ടായിരുന്നില്ല എന്ന് BJP ചൂണ്ടിക്കാട്ടുമ്പോൾ അത് രണ്ട് തരത്തിലുള്ള നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്നത് പറയാൻ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ നേതാക്കൾക്ക് മുമ്പിൽ എന്തുകൊണ്ടാണ് ഒരു SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ വരെ പ്രതികളെ വിട്ടുതരാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ പറയുന്ന സാഹചര്യമൊക്കെ അന്നും ഉപയോഗിക്കാമായിരുന്നു. അന്ന് ഈ ED കൊല്ലാൻ ശ്രമിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തപ്പോൾ പിടിച്ചു മാറ്റാതെ കാഴ്ചക്കാരായിട്ട് നിന്ന പോലീസ് ആരായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോ അഭിനന്ദനങ്ങളൊക്കെ അർഹിക്കുന്നതാണ്. ആ അഭിനന്ദന പ്രവാഹത്തിനൊന്നും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ ഇതിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സർക്കാരും ഉത്തരം പറയണം. ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തേണ്ടതുണ്ടോ? രാത്രി കയറി ചെന്ന് വീട് വളഞ്ഞു പോകാനായിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അതിന് അവർ കാര്യമായി ചോദിക്കുന്നത് EDയുമായി ബന്ധപ്പെട്ട കേസിലെ അറസ്റ്റും ഒളിവും ഒക്കെയാണ്. അതിന് കൂടി ഉത്തരം പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും രണ്ടുപേർക്കും ഒരേ നീതി തന്നെയാണ് നടപ്പിലാക്കുന്നത് എന്ന് പറയാം. ഇതിപ്പോ BJPക്ക് അടിക്കാനായി ഒരു വടി വെട്ടിക്കൊടുത്തതിന് തുല്യമായി. ഇതിനിടയിൽ തന്നെ K. മുരളീധരൻ പറയുന്നു തന്റെ മണ്ഡലത്തിൽ
അനാവശ്യമായ വെടിയൊച്ചകളൊന്നും വേണ്ട എന്ന് കൂടി ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ പറഞ്ഞതോടുകൂടി ഇതിന് അടിവരയിടുകയാണ്. അദ്ദേഹത്തിന് പോലും ഈ പ്രവൃത്തിയിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ആർ സുഗതൻ വധശ്രമ കേസിലെ പ്രതിയാണ് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ BJP ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത്തരത്തിലുള്ള ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ എന്താണോ നിയമപരമായി പോകേണ്ട കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ, അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതല്ലാതെ ഞാൻ ജനപ്രതിനിധിയാണ്, BJPയുടെ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് 3 MLA-മാരുണ്ട്, കേന്ദ്രം ഭരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാത്തിരിക്കുകയല്ല വേണ്ടത്. അത് BJP ചെയ്യേണ്ടുന്ന മര്യാദയാണ്. എന്നാൽ ഇവിടെ തിരിച്ച് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, ഒരു സിനിമ സീക്വൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസും പറയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകളുടെ നേരെ മാത്രം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുകയും മറ്റു ചില സ്ഥലത്ത് പ്രീണന ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ജനം ഇതിനെ വിലയിരുത്തും. നമുക്കറിയാം, പണ്ടത്തെ പോലെയല്ല, നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ ഇരിക്കുകയാണ്. അപ്പോ ഇതിന്റെയൊക്കെ സാധുത എന്താണ് എന്നുള്ളത് ജനവും പരിശോധിക്കും. ജനത്തിന്റെ മനസ്സിലേക്ക് അനാവശ്യമായ ചോദ്യങ്ങൾ എറിഞ്ഞിട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ഭരണകൂടവും ശ്രദ്ധിക്കണം.